സരിൻ ഒരു ചെറിയ പ്രശ്നം കണ്ടിരുന്നു വെണ്ണക്കര സ്കൂളിൽ നടന്നത്. പ്രശ്നം ഉണ്ടാക്കിയത് കണ്ടിരുന്നു, പ്രശ്നം കണ്ടില്ല, പ്രശ്നം ഉണ്ടാക്കിയത് കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു. കാണിച്ചു എന്നാണ് ആരോപണം ഉയരുന്നത്. അല്ല, എന്താ ചെയ്തതെന്ന് അറിയില്ല എനിക്ക്. പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് അവസാന മണിക്കൂറുകളിൽ സഹതാപ തരംഗമുണ്ടാക്കി എന്തെങ്കിലും വോട്ട് കിട്ടി ആശുപത്രിയിൽ പോയി 2 സ്റ്റിച്ചോ ബാൻഡേഡോ ഇട്ട് വാങ്ങേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് UDF പാലക്കാട് മാറി എന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായല്ലോ. ഔട്ട് ബൂത്തുകളിൽ ഇരിക്കാൻ ആളില്ലാത്ത സംവിധാനമായി 3 മണിക്ക് ശേഷം UDFിൻ്റെ പകുതിയിലേറെ ബൂത്തുകൾ പാലക്കാട് 180 ബൂത്തുകളിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഈ അർത്ഥമാണ് കഴിഞ്ഞ 5 ആഴ്ചയായി ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. അതായത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനാണ് അവിടെ ശ്രമിച്ചത്. ഉറപ്പിച്ച UDFിന് ഏതെങ്കിലും വിധേന സഹതാപ വോട്ടുകൾ ലഭിച്ചാൽ അത് ഗുണകരമാകുമെന്ന് കണ്ടുണ്ടാക്കിയ പ്രകോപനമാണ്. വെണ്ണക്കരയിൽ അല്ലെങ്കിൽ തന്നെ ഞാൻ പോയതാണ്, അവിടെ അരമണിക്കൂറിലേറെ ഞാൻ നിന്നതാണ്. 5 ബൂത്തുകളിലും 44-ലും 48-ലും വലിയ ക്യൂ ആണ്. അവിടെ അശാസ്ത്രീയമായ രീതികളാണ്. കാരണം 1400-ന് മുകളിൽ വോട്ട്, എന്നാൽ 1500 ആയിട്ടില്ല എന്നുള്ള സാങ്കേതിക പ്രശ്നം. അതുകൊണ്ട് ഓക്സിലറി കൊടുക്കാൻ പറ്റില്ല. അവിടെ വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങാണ്. 300-400ഓളം ആളുകൾ പുറത്ത് ക്യൂ ആണ്. അവിടെ പോയി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പക്ഷപാതപരമായി പെരുമാറുകയോ വോട്ടിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവിടുത്തെ വോട്ടർമാർ പ്രതികരിക്കില്ലേ? വെണ്ണക്കര ബൂത്തിലെ പ്രശ്നം തന്നെയാണ് പറഞ്ഞത്. അതായത് ആ ബൂത്തിൽ LDFന് വളരെ കുറവ് വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലല്ല, വെണ്ണക്കര ബൂത്തിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. ഇത് പറഞ്ഞത് മിക്കവാറും എതിർ സ്ഥാനാർത്ഥിയായിരിക്കും. വെണ്ണക്കര ഏതാ തിരുനക്കര ഏതാണെന്ന് അറിയാത്ത ആളല്ലേ. അതുകൊണ്ടാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സകല ബൂത്തുകളിലും പോളിംഗ് ചീഫ് ഇലക്ഷൻ ഏജൻറ്റിന് പോകാം, കാൻഡിഡേറ്റിനും പോകാം. അതിനാണ് 2 പാസിങ്ങനെ നൽകിയിട്ടുണ്ടാവുക. പരിവാരങ്ങൾക്ക് പോകാൻ അനുമതിയില്ല. പരിവാരങ്ങളെ കൂട്ടിയാണ് സകല ബൂത്തിലും പോയത്. ഞാനത് പരാതി കൊടുക്കാത്തത് ഇത് 2-3 ദിവസം കൊണ്ട് അവസാനിക്കില്ല എന്തായാലും എന്ന് വെച്ചിട്ടാണ്. പരിവാരങ്ങളെ കൂട്ടി സകല ബൂത്തും സന്ദർശിക്കുകയും, കാരണം ബൂത്ത് ഏതാണെന്ന് അറിയണ്ടേ, ഇത് എവിടെ കിടക്കണ ഓരോ സ്ഥലം എന്നറിയണ്ടേ, അവർക്ക് പുറത്ത് നിൽക്കുക. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ണാടിയിലെ ഈ ബൂത്തിലെ ഏതെങ്കിലും ഒരു വോട്ടറാണ് എന്നെ അനുഗമിക്കുക. എൻ്റെ കൂടെ വന്ന മറ്റ് ബൂത്തുകളിലുള്ളവർ വണ്ടിയിലിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാം, അതൊന്ന് നോക്കണം, അവിടേക്കൊന്ന് പകർത്തണം. എൻ്റെ കൂടെ വന്ന മറ്റുള്ളവർ വണ്ടിയിലിരിക്കുകയാണ്. ഇത് 4 വണ്ടിയും കൊണ്ട് വരും. ഇത് കന്നഡ സിനിമയൊന്നുമല്ല, ഇത് പാലക്കാടൻ ജീവിതമാണ്. അത് കാണിച്ചു തരും.